ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് ചെറിയ കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പോയിരുന്നു. നല്ല വെയിലായിരുന്നു, വെയിലൊക്കെ കൊണ്ടു. അപ്പോൾ അത് കാരണം ഇച്ചിരി കോൾഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വോയിസ് എടുക്കാൻ ചിലപ്പോൾ പറ്റാറില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുടെ നടുവിലായിരിക്കും, ചിലപ്പോൾ അവർ നമ്മളോട് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്നും പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലൊക്കാലിറ്റി ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതൊന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റില്ല കേട്ടോ. അത് അവരുടെ കൂടെ പ്രൈവസി മാനിച്ചിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് മൈലാഞ്ചിയാണ്. ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് വേണം. നമ്മുടെ നീലമുരി എണ്ണയ്ക്ക് വേണം, ഡൈക്ക് വേണം. ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ, ഒരു പാമ്പാണ്. നിങ്ങൾ നോക്കൂ, സൂം ചെയ്ത് നോക്കൂ, ഒരു ചേരപ്പാമ്പ് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യാൻ പോകുന്നിടത്തൊക്കെ ധാരാളം ഉണ്ടാവും കേട്ടോ. ജസ്റ്റൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നതാണ്. പിന്നെ ഇത് കറ്റാർവാഴ, ഇത് നമുക്ക് എണ്ണയ്ക്ക് വേണം. അതുപോലെ ജെല്ലൊക്കെ റെഡിയാക്കാൻ വേണം. ഒരുപാട് ജെല്ലുകളുണ്ട്, നമുക്ക് ഫേസ് ജെല്ലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കറ്റാർവാഴ വേണം. നാടൻ കറ്റാർവാഴ കണ്ടോ, ഇതുപോലെ നാടൻ കറ്റാർവാഴയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് കറ്റാർവാഴ, വലിയ തടിയൻ കറ്റാർവാഴ കിട്ടാറുണ്ട്. നമുക്കതല്ല ആവശ്യമുള്ളൂ, നാടൻ കറ്റാർവാഴ തന്നെ വേണം. ഇത് നാടൻ കറ്റാർവാഴ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും, വളരെ നേർത്തതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ഡിസൈൻ ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ കേട്ടോ. നമുക്ക് ചെറിയൊരു പുള്ളി, നമ്മൾ പാമ്പിൻ്റെ മുകളിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു പുള്ളി കാണും, വെളുത്ത പുള്ളി ഡിസൈൻ. അതാണ് നാടൻ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കറ്റാർവാഴ ഹെയർ ജെല്ല് റെഡിയാക്കി കൊടുക്കാനുണ്ടായിരുന്നു ഒരു കസ്റ്റമറിന്. കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. അപ്പോൾ അതുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എണ്ണയ്ക്ക് വേണം. എണ്ണയ്ക്കുള്ളത് പിന്നെ ഞാൻ അപ്പുറത്ത് നമ്മുടെ ചേച്ചിമാർ കട്ട് ചെയ്യും. അവർ കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ കാണിക്കാം കേട്ടോ, കുറച്ച് കാണിക്കാം. പിന്നെ ജെല്ലിനുള്ളത് ഞാൻ തന്നെ റെഡിയാക്കുവാണ്. അപ്പോൾ ഹെയർ ജെല്ലാണ് അത്. നമ്മുടെ കറ്റാർവാഴയും പിന്നെ അതുപോലെ നമ്മുടെ കരിഞ്ജീരകം, ഉലുവ, ഇത് മൂന്നും കൂടെ ചേർത്ത് ഞാൻ ഇതിന് മുന്നേ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് വന്ന് ചേർന്നവർക്ക് അറിയത്തില്ലായിരിക്കും, കാരണം നമ്മൾ കുറച്ച് പഴയതാണത്. എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ബിഫോറൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ തന്നെ ധാരാളമായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ടെറസിന് മുകളിലും നമ്മുടെ ലോണിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാൽക്കണിയിൽ, വർക്കിംഗ് ഏരിയയിൽ, എന്തിന് വീടിനകത്ത് വരെ ഞാൻ കറ്റാർവാഴ നട്ടു വെച്ചിട്ടുണ്ട്. ഒത്തിരി കറ്റാർവാഴയുണ്ട് എനിക്ക്. അതുകൂടാതെ നമുക്ക് കുറച്ച് പറമ്പിലായിട്ട് നമ്മൾ വേറെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറ്റാർവാഴ അധികം കെയറൊന്നും വേണ്ടാത്തൊരു ചെടിയാണ്, വളരെ എളുപ്പമാണ്. അത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്, വേണമെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയ ഒരു കറ്റാർവാഴയുടെ തൈ നമ്മളിപ്പോൾ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും നമുക്കൊരു 3-4 കറ്റാർവാഴ തൈകളായിട്ട് അതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ ഒത്തിരി കെയറൊന്നും വേണ്ട, ഒരുപാട് വെള്ളം വേണ്ട. വെള്ളം ഒരുപാട് ഒഴിച്ചാൽ ചീഞ്ഞു പോവും. ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. കാര്യം ഈ കറ്റാർവാഴ തമിഴ്നാട്ടിലൊക്കെ കൂടുതലാണ്. തമിഴ്നാട്, കർണാടക സ്റ്റേറ്റുകളിലൊക്കെ കൂടുതലായിട്ട് കിട്ടാറുണ്ട്. കാര്യം ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം ഇല്ലെങ്കിൽ ഇത് വളരും. ചുമ്മാ നമ്മളൊരു കറ്റാർവാഴയുടെ തൈ ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നടാനൊന്നും പറ്റിയില്ല എന്ന് ഓർത്തിട്ട് ചീത്തയൊന്നും പോകത്തില്ല. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു കയറിലത്തുമ്പോൾ കെട്ടി തൂക്കി ചുമ്മാ നിലത്ത് വെച്ചിരുന്നാൽ പോലും അത് അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഉണങ്ങിയൊന്നും പോകത്തില്ല. കറ്റാർവാഴയ്ക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളൊരു പ്ലാന്റാണ്, ഒരു മെഡിസിനൽ പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റായിട്ടും നമുക്ക് വയ്ക്കാം, വളരെ നല്ലതാണ്. പിന്നെ ഈ വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊക്കെ വെക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. അത് അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ. അത് എനിക്ക് ഈ ഫെങ് ഷൂയി ഒന്നും പറയാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കിയാൽ മതി. വിശ്വാസമുള്ളവരാണ് ഞാൻ പറയുന്നത്. ഫെങ് ഷൂയിലൊക്കെ വിശ്വാസമുള്ളവർ. എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല, വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് ഈ കറ്റാർവാഴ പ്ലാന്റ് ഇഷ്ടമാണ്. ഒരിടയ്ക്ക് ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ബിഫോർ എന്നെ കുറേ പേര് കറ്റാർവാഴ ചേച്ചി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, അലോവേര ചേച്ചിന്ന്. കാര്യം ഞാൻ എപ്പോഴും എന്തൊരു ഹോം റെമഡി ചെയ്യാൻ എടുത്താലും, അതിപ്പോൾ സ്കിൻ കെയർ ആവട്ടെ, ഹെയർ കെയർ ആവട്ടെ, എന്തൊരു ഹോം റെമഡി ഞാൻ ചെയ്യാനെടുത്താലും എനിക്ക് ആദ്യം കയ്യിൽ വരുന്ന കറ്റാർവാഴയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഇടയ്ക്ക് എന്നെ അലോവേര ചേച്ചി എന്നാണ് ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊക്കെ മാറിയല്ലോ. ഇപ്പൊക്കെ പുതിയ ആളുകളൊക്കെ വന്നു ചേർന്നു. പഴയ ആളുകൾ കുറേ പേര് കാണാതായി. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാതെ, അതിപ്പോഴും ഉണ്ട്, കൗണ്ട് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ
പലരും നമ്മുടെ വീഡിയോ ഒന്നും കാണാറില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇനി ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു യെല്ലോ ലിക്വിഡുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് എന്തിനും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചൊറിച്ചിലുണ്ടാക്കും, അതുപോലെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ചൊറിച്ചിലുണ്ടാക്കും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, നമുക്ക് അലർജി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്തുള്ള യെല്ലോ ലിക്വിഡ്, യെല്ലോ ഒരു സീറം പോലെ ഒരു സാധനം ഉണ്ടായിരിക്കും, ഒരു കറ പോലെ, അത് നന്നായിട്ട് കഴുകി കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യമേ തന്നെ ഒരു പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചു. ഈ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കറ്റാർവാഴ അപ്പടി ഈ പാത്രത്തിലോട്ട് ഇട്ട് വെച്ചു. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ കറ മൊത്തമായിട്ട് പോയി കിട്ടും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മളിത് പീൽ ഓഫ് ചെയ്തെടുത്തിട്ട് ജെല്ല് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനവിടെ കരിഞ്ചീരകം, ഉലുവ കുതിർത്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നിഴലിൽ എന്നെ കാണാം, ഞാൻ കറ്റാർവാഴ കട്ട് ചെയ്യുന്നത് കണ്ടോ, നിഴലിൽ കാണാൻ പറ്റും. കാര്യം എനിക്ക് ക്യാമറ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു കയ്യിൽ ക്യാമറ വെച്ച് മറ്റേ കൈ കൊണ്ട് കട്ട് ചെയ്യാൻ അതൊന്നും എനിക്ക് അത്ര വശമില്ല, എനിക്കങ്ങനെ വരത്തില്ല, ഷെയ്ക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്റ്റാൻഡിൽ വെച്ചിട്ട് ആണ് ചെയ്യാറുള്ളത്. കയ്യിൽ വയ്ക്കുമ്പോൾ ഷെയ്ക്കാവും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ നമ്മുടെ തന്നെ ചെടികളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒത്തിരി ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും. ഇത് കട്ട് ചെയ്ത് കൊടുത്താലേ പുതിയ പുതിയ തണ്ടുകൾ വളർന്നു വരത്തുള്ളൂ. കറ്റാർവാഴയുടെ ലീഫ് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് നീളം കൂടി വരും. നീളം കൂടി വരുന്ന സമയത്ത് നമ്മളത് വീണ്ടും കട്ട് ചെയ്തിട്ട് അടുത്ത ചട്ടിയിലോട്ട് നട്ട് വയ്ക്കണം. അപ്പോൾ ഈ തണ്ടും വളരും, ആ പുതിയ ചട്ടിയിൽ നട്ട് അതും വളരും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ എൻ്റെ ചട്ടിയിൽ കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു തൈകൾ എന്തോരോ കിളിർത്ത് വന്നേക്കണം. അത് നമ്മളൊരു ഇച്ചിരി ഒരു 2-3 തണ്ട് വലിപ്പം എത്തുമ്പോൾ നമ്മളതിനെ പിഴുതെടുത്ത് വേറൊരു ചട്ടിയിലോട്ട് നട്ട് വയ്ക്കണം. വെറുതെ അത്യാവശ്യം നീർവീഴ്ചയുള്ള മണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയണേ, തരിതരിയായിട്ടുള്ള മണ്ണ്, സെറ്റായിരിക്കുന്ന പശിമയുള്ള മണ്ണിൽ ഇത് വളരാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. മണൽ പോലുള്ള മണ്ണില്ലേ, വേരോടാൻ പറ്റുന്ന മണ്ണ്, അതിനകത്ത് നന്നായിട്ട് ഉണ്ടായി വരും. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്നെ തന്നെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ഇയർഫോണൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബോറടിക്കത്തില്ലല്ലോ, ചെയ്യാനായിട്ട് താല്പര്യവും വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുനിന്ന് ആരും വിളിച്ചാൽ പോലും നമ്മൾ കേൾക്കില്ല, അതൊരു കാര്യമുണ്ട്. അതിനാണ് ഞാൻ ഒരു ചെവി ഒഴിവാക്കി വെച്ചേക്കുന്നത് കേട്ടോ. എൻ്റെ ഇയർഫോണിൻ്റെ അറ്റമാണ് നിങ്ങൾ കാണുന്നത്. ഒരു ചെവി ഒഴിവാക്കി വെക്കുന്നത് നമുക്ക് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അറിയാനും നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഒന്നിൽ മാത്രമേ ഇട്ട് വയ്ക്കുന്നത്. 2 ചെവിയിലും വെച്ച് കഴിയുമ്പോൾ പലരും പറയാറുണ്ട് എന്നെ കണ്ടാലും ഞാൻ മിണ്ടാറില്ല, അതുപോലെ തന്നെ വിളിച്ചാൽ കേൾക്കാറില്ല എന്നൊക്കെ. അത് ഇങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ആരെയും മൈൻഡ് ചെയ്യാത്തതല്ല. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കറയെല്ലാം പോയി കിട്ടും. ഇതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ജെല്ല് റെഡിയാക്കാൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കയ്യോന്നിയാണ് കേട്ടോ. ഇത് നമ്മുടെ എണ്ണയുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറ്റ് എ ടൈം ഞാൻ 100 ലിറ്റർ എണ്ണയാണ് റെഡിയാക്കാറുള്ളത്, അതിൽ കൂടുതൽ ഞാൻ റെഡിയാക്കാറില്ല എന്നുള്ളത്. അപ്പോൾ 100 ലിറ്റർ എണ്ണയ്ക്ക് നമുക്ക് ഇത്രയും കയ്യോന്നി വേണം. ഇതുപോലെ തന്നെ ഇതേ അളവിൽ നമുക്ക് പല ഇൻഗ്രീഡിയൻസും വേണം. അപ്പോൾ ഞാൻ അതൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ തവണയായിട്ട് ഓരോന്ന് കാണിക്കാം. എല്ലാം കൂടെ എടുക്കാനുള്ള സാവകാശവുമില്ല. എനിക്ക് ഹെൽത്ത് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. വെയിലൊക്കെ കൊണ്ട് മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ടും നല്ല പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന് പച്ചയോടുകൂടി കിള്ളി കൊണ്ടുവന്ന് അപ്പോൾ തന്നെ നമ്മളത് റെഡിയാക്കി എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല വാടിപ്പോയി ആ പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമുക്കത് അരച്ചെടുക്കുമ്പോൾ നീര് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈയോടെ തന്നെ, ഇപ്പോൾ രാവിലെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ അത് അരച്ചെടുക്കണം, മിക്സിയിൽ അരച്ച് എടുക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഞാൻ രാവിലെയാണ് കളക്ട് ചെയ്യാൻ പോവാറുള്ളത്. ഇൻ കേസ് ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നതെങ്കിൽ പോലും ഞാനത് പ്ലാസ്റ്റിക് ക്യാരി ബാഗിനകത്ത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ ചീത്തയാവില്ല. പിറ്റേ ദിവസം തന്നെ എടുക്കുകയും വേണം. ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുവാണ്. ഇതുപോലെ കണ്ട നല്ല അഴുക്കൊക്കെ കാണും ഇതിനകത്ത്. ഒരുപാട് ചെളി, മണ്ണ്, അഴുക്കൊക്കെ കാണും. കാര്യം നമ്മൾ പാടത്തും പറമ്പത്തും ചതുപ്പിലൊക്കെ അലഞ്ഞ് നടന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ച് 4-5 തവണ ഇതുപോലെ ഒലച്ച് കഴുകി എടുത്ത് വൃത്തിയാക്കി എടുക്കണം. നല്ല പണിയാണ്. അതിനുശേഷം നമ്മളിതിനെ ചെറുതായി നുറുക്കിയെടുക്കണം. അത് കാണിക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ചെറുതായി നുറുക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കഴുകിയെടുത്ത കയ്യോന്നി
വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കും കുറച്ച് സമയം. അത് നമ്മൾ ഓട്ടയുള്ള അരിപ്പ പോലുള്ള പാത്രങ്ങളിലൊക്കെ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം വെള്ളം നന്നായി വാർന്നു പോയതിന് ശേഷം നമ്മൾ അതിനെ ചെറുതായിട്ട് ഒരു മരത്തടിയിൽ വെച്ച് ചെറുതായി നുറുക്കിയെടുക്കും. ഓക്കെ, ഇത് ചെറുതായി നുറുക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിനെ നമ്മൾ മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുക്കും. നമ്മളെല്ലാത്തിനും ചാറാണ് എടുക്കുന്നത്, ജ്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ തിളയ്ക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ എണ്ണ തിളയ്ക്കുകയും ചെയ്യും, ആ സത്ത് മുഴുവൻ കിട്ടുകയും ചെയ്യും. മട്ടോട് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്, പിന്നീട് അത് അരിച്ചെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൂ. നമ്മൾ മൈലാഞ്ചി പറിക്കുന്നതാണ് കാണിച്ചതെങ്കിലും കൈയൊന്നി നുറുക്കുന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. ഒരുപാട് അധ്വാനമുള്ളൊരു ജോലിയാണ് ഒരു കാച്ചെണ്ണ തയ്യാറാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഞാൻ നേരിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വർക്കുണ്ട്. അപ്പോൾ ഈ നമ്മളെ ചീത്ത വിളിക്കുന്നവർക്കൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. വോട്ടെവർ, അത് വിട്ടേക്കൂ. അതേക്കുറിച്ച് നമ്മളിനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതായത് നമ്മുടെ ജെല്ലിന് വേണ്ടി ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് കഴുകി വാർത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പുറത്ത് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നവർ അത് കട്ട് ചെയ്ത് നുറുക്കി എടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ ഞാൻ തന്നെയാണ് റെഡിയാക്കുന്നത്. അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്ത് തരും, കട്ട് ചെയ്ത് തരും, മിക്സിയിൽ അരച്ച് തരും, ജ്യൂസ് ആക്കി തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കളക്ട് ചെയ്യുന്നതും തയ്യാറാക്കുന്നതും ഞാൻ തന്നെയാണ്. എനിക്ക് അറിയത്തുള്ളൂ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നുള്ളതും മറ്റും. അപ്പം ഞാൻ തന്നെയാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ വേറെ ഒരുപാട് കൂട്ടുകളുണ്ട്, എല്ലാം വഴിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ ഫുൾ വെയിൽ കൊണ്ട് ഞാൻ ആകെ ടയേർഡായി. ഇച്ചിരി അസുഖമൊക്കെ വന്നു, കോൾഡൊക്കെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജെല്ല്. കണ്ടോ, നാടൻ കറ്റാർവാഴയുടെ ജെല്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മളൊന്ന് കിള്ളി എടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ജെല്ലുണ്ടായിരിക്കും കേട്ടോ. അതിന് നല്ല പൾപ്പുണ്ടായിരിക്കും, അടിപൊളിയാണ്. ഞാൻ നാടനാണ് എടുക്കാറുള്ളത്. വല്ല പ്രകാരവും നമുക്ക് മഴക്കാലത്തൊക്കെ കിട്ടാതെ വരുമ്പോൾ മാത്രമേ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. കഴിയുന്നതും നമ്മുടെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഒരുപാട് വലുതായിട്ട് ചെയ്യാൻ എൻ്റെ അസുഖം കാരണം എനിക്ക് പറ്റിയില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ പ്രോഡക്റ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ, അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. 1000 റുപ്പീസിൻ്റെ ഓഫേഴ്സും 500 റുപ്പീസിൻ്റെ ഓഫേഴ്സും നടക്കുന്നുണ്ട്. ഞാൻ സ്പേസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഓഫർ കൊടുക്കാം, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ നമ്മൾ പോസ്റ്റൊക്കെ ഇടാറുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ. അതുകൂടാതെ നമ്മുടെ റിസൾട്ടുകളും നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.